നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി. 7.5 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പ്രസ്താവം നടത്തുന്നത്. ദിലീപ് ഉൾപ്പെടെ മുഴുവൻ പ്രതികളും നാളെ വിചാരണ കോടതിയിൽ ഹാജരാകും. നീതിക്ക് വേണ്ടി അതിജീവിത നടത്തിയ ഐതിഹാസിക പോരാട്ടം ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്. 7.5 വർഷത്തെ വിചാരണക്കൊടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. കേസിലാകെ 10 പ്രതികൾ. ബലാത്സംഗ കൊട്ടേഷന് ഗൂഢാലോചന നടത്തിയത് 8ാം പ്രതി നടൻ ദിലീപ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 1ാം പ്രതി പൾസർ സുനിക്ക് 1.5 കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത്. നിയമപോരാട്ടം വിജയം കാണുമെന്ന് അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനി. ഞങ്ങളെല്ലാ പ്രതികൾക്ക് ശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കാരണം അതിൻ്റെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം തെളിവുകൾ ഞങ്ങൾ പ്രോസിക്യൂഷൻ സൈഡിൽ നിന്ന് ഹാജരാക്കിയിട്ടുണ്ട്. 8ാം പ്രതി വന്നപ്പോഴാണല്ലോ ഈ കോൺസ്പിറസിയുടെ ഭാഗം വരികയും അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ കേസിന് ഇത്രയധികം നീണ്ടുപോകാനുള്ള ഒരു കാരണം ഉണ്ടായത്. പൾസർ സുനിക്ക് പുറമെ മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, VP വിജീഷ്, സലീം എന്ന വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ് കൃത്യത്തിൽ നേരിട്ടേർപ്പെട്ടവർ. എന്നാൽ പ്രതികൾക്കെതിരെ പ്രാഥമിക തെളിവ് പോലുമില്ലെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഒരു പങ്കുമില്ല പൾസർ സുനിക്ക്. പൾസർ സുനിയെ തെറ്റിദ്ധാരണയുടെ പേരിൽ അവനെ കുടുക്കിയതാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ല, ദിലീപിനെ പരിചയമില്ല എന്ന് പറയുന്നില്ല. കാരണം മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി ഒരുപാട് വർഷം. ഉറപ്പായിട്ടും മേൽക്കോടതിയെ സമീപിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. 261 സാക്ഷികൾ. പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് 833 രേഖകൾ. ആകെ 1700 രേഖകളും 142 തൊണ്ടിമുതലുകളും. സാഹചര്യ തെളിവും ശാസ്ത്രീയ തെളിവുമാണ് പ്രോസിക്യൂഷന്റെ ആയുധം. വിചാരണ കോടതി മുതൽ രാഷ്ട്രപതി ഓഫീസ് വരെ എത്തിയ കേസിന്റെ വിധി എന്താകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇനിയുള്ള മണിക്കൂറുകൾ. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.